കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നത് കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്നും കുറെ കൂടി പരിഗണന കേരളത്തിന് നൽകണമായിരുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. എന്ന അഭിപ്രായമുണ്ട്. അർഹമായത് കിട്ടിയിട്ടില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ഈ ബഡ്ജറ്റൊക്കെ തയ്യാറാക്കുമ്പോഴെങ്കിലും ഇതിപ്പോൾ അതല്ല. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും പിന്നെ അതിൻ്റെ പേരിലുള്ള വിധിയെഴുത്ത് നടത്തുന്നത് ഈ രീതിയിൽ വിധിയെഴുതുന്നത് ശരിയല്ല. സനോജ് ചേരുകയാണ്. സനോജ്, വളരെ ശക്തമായ അഭിപ്രായമാണ് NSS ജനറൽ സെക്രട്ടറി പറയുന്നത്. നമ്മുടെ പ്രതിപക്ഷ നേതാവിന് പോലും ഈ രീതിയിൽ ഒരു വാക്ക് പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ NSS ജനറൽ സെക്രട്ടറി ആ ബജറ്റിനെ കൃത്യമായി നോക്കിക്കാണുകയും തൻ്റെ അഭിപ്രായം പറയുകയും ചെയ്തിരിക്കുന്നു. സനോജ്. ഷമി, സമസ്ത മേഖലയിലും കേരളത്തോടുള്ള ഒരു തികഞ്ഞ അവഗണനയാണ് ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത് എന്ന കാര്യം പകൽ പോലെ സത്യമാണ്. അതിൽ പല തരത്തിലുള്ള വിമർശനങ്ങൾ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ഉയർന്നു വരുമ്പോഴാണ് NSS പോലെ കേരളത്തിലെ ഒരു പ്രബല സമുദായം, ആ സമുദായത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സുകുമാരൻ നായർ ഇക്കാര്യത്തിലുള്ള സംഘടനയോടെ സമുദായത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റു പല സംസ്ഥാനങ്ങളെയും ബഡ്ജറ്റിൽ പരിഗണിക്കപ്പെട്ടപ്പോൾ കേരളത്തെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. താനിത് പറയാൻ കാരണം താനൊരു കേരളീയനായതുകൊണ്ടാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കുറെ കൂടി പരിഗണന കേരളത്തിൽ ലഭിക്കേണ്ടതായിരുന്നു, അത് ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, രാജ്യത്ത് BJP ഭരിക്കുന്ന മറ്റ് പല സംസ്ഥാനങ്ങളിലും വാരിക്കോരി ബജറ്റിലൂടെ പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ കേരളം ആവശ്യപ്പെട്ട പല പദ്ധതികളെക്കുറിച്ച് പോലും ഒന്നിനെക്കുറിച്ച് പോലും ഒരു പരാമർശം പോലും കേന്ദ്ര ബജറ്റിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആമ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തീരദേശ സമീപനമാണ് ഈ ബജറ്റിലൂടെ കേന്ദ്ര സർക്കാർ നടത്തിയത്. അതിനെതിരെയുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പാണ് NSS സെക്രട്ടറി തന്റെ പ്രതികരണത്തിലൂടെ നടത്തിയിട്ടുള്ളത്. ഷമി, കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് NSS ജനറൽ സെക്രട്ടറി. സനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.